ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുമോ? എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകുമോ ഇതിൽ? ഒന്നും വായിച്ചില്ല, പേപ്പറൊന്നും വായിച്ചില്ല. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഒന്നും വായിച്ചിട്ടില്ല, കാരണം എനിക്കൊന്നും പറയാൻ അറിയില്ല. ഒരുപാട് കേസിൽ ഇ ഡി നോട്ടീസ് ഒക്കെ വന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡി നോട്ടീസിനെ എങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രിക്കെതിരെ ഇതിനു മുമ്പ് പല കേസുകളും വന്നിട്ടുള്ളതാണ്. ഇതും അതുമാതിരി തന്നെ ഒന്നും ആവില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ? തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ല. പുള്ളിയുടെ എൻ്റെ അയലത്തെ പോലെ എത്താനുള്ള ഒരു ഇതില്ല. അതിൽ നിന്നൊക്കെ ഊരിപ്പോരും, സുഖമായിട്ട് ഊരിപ്പോരും. അന്വേഷണം ശരിയായി നടക്കുന്നില്ല. ഇല്ല, അത് മാത്രമല്ല, ഇപ്പം തന്നെ ശബരിമല വിഷയം തന്നെ കണ്ടില്ലേ, എങ്ങും എത്തിയിട്ടില്ലല്ലോ. അതെങ്ങും എത്തൂല, അവർ രണ്ടുപേരിലും ഒതുങ്ങും, അത്രേ ഉള്ളൂ. അപ്പം അത് കാരണം നമുക്കൊരു പ്രതീക്ഷ ഇക്കാര്യത്തിലില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നു. എങ്ങനെ അറസ്റ്റിലേക്ക് എങ്ങനെ നീങ്ങുമോ? നമ്മുടെ മുഖ്യമന്ത്രിക്ക്, അതായത് പിണറായി വിജയന് ഇ ഡി നോട്ടീസ് വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരുപാട് അഴിമതി ആരോപണങ്ങളും ഒരുപാട് നടപടി ദോഷങ്ങളും എല്ലാം പത്രദ്വാര ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരുപാട് അഴിമതിയും ഒരുപാട് സ്വജനപക്ഷപാതവും നെറികേടും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഒരു സംശയവുമില്ല. CBIയുടെ അന്വേഷണവും അതുപോലെ ലാവ്ലി കേസ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കേസുകൾ എടുത്തു പരിശോധിച്ചാലും അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംശയത്തിന് അതീതമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഈ ലോകത്തുള്ള മാലോകർക്ക് മുഴുവനും മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇതിപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, മകന്, മകൾക്ക്, കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള നോട്ടീസുകളൊക്കെ വരികയാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലും അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ നടപടിയിലേക്കോ കടക്കാൻ സാധ്യതയുണ്ടോ? കടക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ ഇതുപയോഗിച്ച്, അധികാരത്തിൻ്റെ ഇതെന്നാ പറയുന്ന ഇതുപയോഗിച്ച് അന്വേഷണത്തിന് മുഴുവനും അട്ടിമറിക്കുകയും അവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള, സ്വാധീനിക്കാനുള്ള പഴുത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത്. ഏതായാലും CBIയും അതിന് മുകളിലുള്ള അന്വേഷണ ഏജൻസിയും ED വന്നാൽ, കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തിയാൽ അദ്ദേഹം കുടുങ്ങും, അദ്ദേഹം അഴിക്കുള്ളിലാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ഇന്നിതാ ഒരു ED നോട്ടീസ് വന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർക്കൊന്നും പതിവില്ല അത്തരത്തിലുള്ള ഒരു നോട്ടീസ് വരുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു നോട്ടീസൊക്കെ കൈപ്പറ്റി ശിക്ഷ നേരിടേണ്ടുന്ന ഒരാളാണോ? സത്യം പറഞ്ഞാൽ അയാൾ ശിക്ഷ നേരിടേണ്ട ഒരു ആൾ തന്നെയാണ്. പക്ഷേ ഇത് ED നോട്ടീസ് വന്ന് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഈ EDകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്രവുമായിട്ട് ഒരു CJP ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇയാളുടെ മകനും മകളും എല്ലാവരും ED നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ അറസ്റ്റ് നടക്കുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ല. എന്തായാലും പിന്നെ കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുമ്പോൾ നടപടി എന്തുമായിക്കൊള്ളട്ടെ, ഇത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ശബരിമല സ്വർണ്ണ കട്ട കേസും എല്ലാം എന്തായാലും ഹൈന്ദവ സമൂഹം എന്തായാലും തിരിച്ചടിക്കും എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ട്, ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അവരെ ശരിക്കും ബാധിക്കുക തന്നെ ചെയ്യും. അതിന് പുറമെയാണ് ഈ ED നോട്ടീസ്. അതിന് പുറമെയാണ് ഈ ED നോട്ടീസും കൂടി വന്നേക്കുന്നത്. അത് അവർ CJP ബന്ധം വെച്ച് അത് പുകമറ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഉറപ്പ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്നൊരു ED നോട്ടീസ് വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നൊന്നുമില്ല, ഇത് ഒരു വിഷയമില്ലാത്ത കാര്യമാണ്. അയാൾ ഇത് ഇതിനെക്കാട്ടും വലിയ സംഭവം ഉണ്ടായിട്ട് അയാൾ പിടിച്ചിരുന്നില്ലേ. പിന്നെ ഇലക്ഷന് അതൊന്നും അയാൾക്ക് വലിയ വിഷയമൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊന്നും ഇപ്പം ED കുറിച്ച് അറിയാം, ഇപ്പോൾ CBI കുറിച്ച് അറിയാം, കേരളവും രണ്ടും തരികിടയിരുന്നു അതും അറിയാം. പിന്നെന്താണ്, അപ്പോൾ അതിലൊരു വലിയ അർത്ഥമില്ലാത്ത കാര്യമാണ്. അതൊരു വിഷയമല്ല. ഇത് നടപടിയിലേക്ക് നീങ്ങില്ല എന്നാണ് പറയുന്നത്. നടപടിയിലോട്ടൊന്നും നീങ്ങിയൊന്നുമില്ല. അത് അയാൾ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കളത്ത് ഇങ്ങനെ ലാബിലിംഗ് കേസ് ഇതൊക്കെ ഉണ്ടായിട്ട് അയാൾ അകത്തുപോയാ പോയില്ല.
തെളിവല്ലേന്ന് ഇപ്പോൾ അവർ ചോദിക്കണത്. സുപ്രീം കോടതി വരെ 25-26 പ്രാവശ്യമായിട്ട് മാറ്റി വെച്ചില്ലേ? 38 പ്രാവശ്യമായിട്ട് മാറ്റി വെച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ അയാളുടെ കഴിവില്ലേ? ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. കൊച്ചിൻ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്ക്, ഞാൻ പറയാം. നമ്മൾക്കാകുന്നത് നമ്മൾ പിടിച്ചെടുക്കും അത്ര. അതെ, കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സീറ്റ് നമ്മൾ ഭരണം പിടിച്ചെടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ്സിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്. അതിൽ ഈ സംസ്ഥാന ഭരണത്തിൻ്റെ എന്തെങ്കിലും ബാധിക്കുമോ? സംസ്ഥാന ഭരണത്തിൻ്റെ ഇതൊരു വിലയിരുത്തൽ തന്നെയാണ്. പിന്നെ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മേഖലയും കേരളത്തിൻ്റെ ഏറ്റവും പൈതൃകമായൊരു സ്ഥലവുമാണ്. കൊച്ചി പിടിച്ചടക്കിയാൽ കേരളം പിടിച്ചടക്കിയെന്ന് ആരെയല്ലേ? കൊച്ചിൻ കോർപ്പറേഷൻ തിരുവനന്തപുരം, കൊച്ചിയൊക്കെ ഇവരുടെ ഭരണത്തിൻ്റെ നേട്ടം ഒരെണ്ണം പറഞ്ഞാൽ മതി. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതെ ഞങ്ങൾ ഇന്നത് ചെയ്ത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് ഒന്നുമില്ല പറയാൻ. ഈ 10 വർഷം കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി ചെയ്തിരുന്നപ്പോൾ ഇവിടം വരെ കിടന്നു വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് വരെയും കിടന്നു വെച്ചാണ്. ഇന്ന് കാക്കനാട്, പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് 5 കിലോമീറ്റർ എത്തിക്കാൻ ഇന്ന് പറ്റിയല്ല, 10 വർഷമായി. ഇതാണ് വികസനം എന്ന് പറയുന്നത്. 10 വർഷം കൊണ്ട് 6 കിലോമീറ്റർ എത്തിക്കാൻ കഴിവില്ലാത്തവരാണ് ഇന്ന് ഞങ്ങൾ വികസനം എന്ന് പറയണം. വികസിപ്പിച്ചാൽ അവരൂർ വികസിപ്പിച്ച്, ശബരിമല വികസിപ്പിച്ചില്ലേ, കേരളം മൊത്തം വികസിപ്പിച്ചില്ലേ, ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ വിലയും കയറ്റവും ഉണ്ടായി. അങ്ങേറ്റം സ്റ്റാമ്പ് പേപ്പറിന് വരെ കോടതിയിൽ ഒരു വാടക ചീട്ട് എഴുതണം, നമ്മളൊരു വാടക ചീട്ട് എടുക്കണോ അതിന് വരെ. പിന്നെ ഇനി എന്ത് ചെയ്യാൻ?